Myself, Kurian Thomas, Director for Marketing and Administration. Along with me, Mr. Varun, who is the Chief Manager heading Finance for Vigaland Homes. Welcome, Varun. Thank you. Thank you, Varun. Varun is a qualified chartered accountant and he is so expert in detailing and a qualified person to detail about buying apartment, how to look forward for the finance side of it and all that. Varun, ഞാൻ ചോദിക്കുകയാണെങ്കിൽ മിക്ക കസ്റ്റമേഴ്സിനും ഉള്ളൊരു ഡൗട്ട്, നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് എമൗണ്ട് നമ്മളിത് കാണണോ, മുൻകൂട്ടി കാണണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ലാൻഡൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണോ ഇത് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. ഈവൻ ഇഫ് പല അപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിനൊന്നും ആ ഡൗട്ട് ഇല്ല. പക്ഷേ പുതുതായിട്ട് ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് മിക്കവരിലും ഞങ്ങൾ ആ ഒരു സംശയം കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇത്ര സ്റ്റേജ് ആകുമ്പോഴാണ് ആ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. സോ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് us ബൈ ഡീറ്റെയിലിംഗ് how was it actually you need to plan your finance while looking forward for buying an apartment? ഷുവർ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് ആദ്യം തന്നെ 1 crore അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയടിക്ക് ആ പൈസ എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്താലും ഉടനെ തന്നെ 1 CR എടുക്കേണ്ട അല്ലെങ്കിൽ 80 ലക്ഷം രൂപ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പേയ്മെന്റ് ആണ്. അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ പറയുന്ന വളരെ സോളിഡ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. സച്ച് ആസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈലിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 10%, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലാബ് എത്തുമ്പോൾ 5%, അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ പേയ്മെന്റ് ഷെഡ്യൂൾ വരുന്നത്. അതെല്ലാം റെറയിൽ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഏതൊരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുന്ന ആളാണെങ്കിലും റെറയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് എത്ര പേയ്മെന്റ് ആണ് തരേണ്ടതെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ ആണ്. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ പേയ്മെന്റ്സ് ഈസിലി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂളിനനുസരിച്ചിട്ട്. സോ ഇപ്പൊ ഒരു 3 years അല്ലെങ്കിൽ 4 years ആണ് പ്രോജക്റ്റ് ടൈം ഷെഡ്യൂൾ എങ്കിൽ 4 years കൊണ്ട് ഈ പൈസ പേ ചെയ്ത് തീർത്താൽ മതി. ഇപ്പോൾ പ്രോജക്ട്സിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് പേയ്മെന്റ്സ് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റഡ് പ്രോജക്ട്സ് ആണെങ്കിൽ നാച്ചുറലി 100% പേയ്മെന്റ് ഇപ്പോൾ ഡ്യൂ ആയിട്ടുണ്ടാവും. പക്ഷേ മിക്ക പ്രോജക്ട്സും നമുക്ക് 100% കംപ്ലീഷൻ ആകുമ്പോഴത്തേക്കും സെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കേസ് കുറവാണ് വരാറ്. ഇപ്പൊ റെറ വന്നതോടെ ഈ എസ്ക്രോ അക്കൗണ്ട് ഒരു നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഒരു പോളിസി അല്ലേ എസ്ക്രോ അക്കൗണ്ട്? അത് റെറയുടെ ഒരു സെക്യൂരിറ്റി മെക്കാനിസം ആണ്. അത് പണ്ട് കാലങ്ങളിൽ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അഡ്വാൻസ് മേടിച്ചിട്ട് ഫണ്ട് റോൾ ചെയ്യുന്നതിന് ഒരു കൺട്രോൾ എന്ന രീതിയിലാണ് എസ്ക്രോ അക്കൗണ്ട് ഒരു സിസ്റ്റം ഉള്ളത്. ബേസിക്കലി ആര് കസ്റ്റമർ പൈസ തന്നാലും കമ്പനിയുടെ അതിൻ്റെ 30% മാത്രമേ ആ കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 70% കമ്പനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചാർട്ടേഡ് എഞ്ചിനീയർ, ഒരു ആർക്കിടെക്റ്റും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം മാത്രം, അതായത് ഈ മണി പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്തിരുന്നത് തെളിവായിട്ടുള്ളതാണ്, ഒരു പെർട്ടിക്കുലർ ഫോർമുല ഉണ്ട്, ആ ഫോർമുല ബേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക. ശരിക്കും കസ്റ്റമേഴ്സിന് അവരുടെ ഫണ്ട് സെക്യൂർ ആണെന്നുള്ളൊരു പ്രോജക്റ്റിന് അവർ തന്ന പൈസ അവരുടെ ബിൽഡിംഗിലേക്ക് ഇൻവെസ്റ്റ് ആയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു മെക്കാനിസം ആണ്. വെരി ഗുഡ്. അപ്പം എല്ലാവരും റെറ അപ്രൂവൽ ഉള്ള പ്രോജക്ട്സ് തന്നെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അപ്രൂവ്ഡ് അല്ലാത്ത പ്രോജക്ട്സ് എടുക്കാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല റിസ്ക് ആണ്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഫിനാൻസ് നമ്മൾ ഒരു ആസ് എ കസ്റ്റമർ നമ്മളൊരു ഫിനാൻസിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് മെക്കാനിസം കണ്ടെത്തേണ്ടത് ഒരു വീട് ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോൾ? അതെ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ സ്പെസിഫിക്കലി നോക്കുവാണെങ്കിൽ വളരെയധികം ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു ബാങ്കുകൾ വളരെയധികം പുഷ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ വരും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ഹൗസിംഗ് ഫിനാൻസ് റിലേറ്റഡ്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രൊഫഷനും നമ്മളുടെ റവന്യൂ സ്ട്രീമും ഡിസ്പോസിബിൾ ഇൻകം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻഡ് ഫോം ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ബാങ്കിങ് ഫിനാൻസിലോട്ട് അപ്രോച്ച് ചെയ്യാതെ നമ്മൾ മാർക്കറ്റിലുള്ള പ്രോഡക്ട്സ് എല്ലാം പഠിച്ചിട്ട് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ. അതായിരിക്കും ഏറ്റവും നല്ലൊരു അപ്രോച്ച്. ഒരു നല്ലൊരു അപ്രോച്ച്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ടോട്ടൽ ലോൺ എമൗണ്ട് എടുക്കും,
ഒരു 10 year വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു EMI എത്രയാണ്, അതിൽ കൊള്ളിക്കുന്ന ഒരു ലോൺ അങ്ങ് എടുക്കുക, അതാണ് രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ബാങ്ക്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ബാങ്കിന്റെ പ്രോഡക്ട്സ് നമ്മൾ പഠിക്കണം. ഒരു പ്രോജക്റ്റ് നമ്മൾ സീറോ ഡൗൺ ചെയ്യുന്നതിന് മുന്നേ അല്ലേ. നെക്സ്റ്റ് ഞങ്ങൾ പലരുടെ അടുത്തു നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അപ്പാർട്ട്മെന്റ് നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു സമയം എടുത്തിട്ട് നോക്കാം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ആൻസേഴ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഐഡിയലി എപ്പോഴാണ് ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കേണ്ട ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത്? വരേണ്ട ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യലി സ്പീക്കിംഗ് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ, അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയട്ടെ, ഇത് പറഞ്ഞിട്ടുണ്ട് കുറയട്ടെ അപ്പൊ ഞങ്ങൾ മേടിക്കാം, അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. ഇതിലൊക്കെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ബാങ്കുകൾ ഫിക്സ്ഡും ഫ്ലോട്ടിങ്ങും ലോൺ തന്നിരുന്നത്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ 8% ആണെങ്കിൽ ലോൺ അടച്ച് തീരുന്നവരെ 8% നിൽക്കും. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ബേസ് റേറ്റ് അനുസരിച്ച് അത് മാറും. അതായത് യൂഷ്വലി റിപ്പോ റേറ്റ് RBIയുടെ റിപ്പോ റേറ്റിലേക്കാണ് അത് ലിങ്ക് ചെയ്യുക. RBI റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, RBI റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇന്ന് എൻ്റെ അറിവിൽ ഒരു ബാങ്കും ഫിക്സ്ഡ് റേറ്റിൽ ഹോം ലോൺ കൊടുക്കുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ പ്രോഡക്ട്സ് ഫ്ലോട്ടിംഗ് റേറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നും പറഞ്ഞിരുന്നു ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നാളെ അതിൻ്റെ റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് നാച്ചുറലി RBI പോളിസി അനുസരിച്ച്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏത് സമയത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക, ഏത് സമയത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്നുള്ളതാണ്. അത് RBI പോളിസി വരുന്നത് എപ്പോഴും എക്കണോമിയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. എക്കണോമി കുറച്ച് ടെക്നിക്കലാണ്, എന്നാലും എക്കണോമി ഗ്രോത്ത് ഫേസിലാണെങ്കിൽ ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡ് ഉണ്ടാവും, അതായത് വിലക്കയറ്റം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക. അതേസമയം നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് കണ്ട പോലത്തെ ഒരു സ്ലോ ഡൗൺ വരും ചില സമയത്ത് എക്കണോമിയിൽ. അപ്പോൾ എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഗവൺമെന്റ്. അപ്പോൾ യൂഷ്വലി ഒരു ഗ്രോത്ത് ഫേസ് വരുമ്പോൾ ഇൻഫ്ലേഷണറി ട്രെൻഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും അല്ലാത്ത സമയത്ത് ഒരു ഡീഗ്രോത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു സ്ലോ ഡൗൺ ഫേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഡെക്കേഡ്, ഒരു 10 വർഷം സ്പാനിൽ യൂഷ്വലി ഒരു സൈക്കിൾ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു ഗ്രോത്ത് ഫേസും ഒരു സ്ലോ ഡൗൺ ഫേസും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, നമ്മളൊരു ഹോം ലോൺ എടുക്കുന്നത് 20-25 വർഷം അല്ലെങ്കിൽ 30 വർഷം വരെ ലോൺ എടുക്കുന്നവരുണ്ട്. ഈ 30 വർഷത്തിന്റെ സ്പാനിൽ നാച്ചുറലി മോസ്റ്റ് ലൈക്ലി നിങ്ങളൊരു 1-2 ചിലപ്പോൾ 3 സൈക്കിൾ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സിൽ കൂടി പോയിട്ടുണ്ടാവും. By this time, any benefit you had in the beginning would have been nullified, or any detrimental position you had in the beginning. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയുമ്പോൾ നള്ളിഫൈ പോകാനാണ് സാധ്യത. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ സമയങ്ങളിലേക്ക് നോക്കാണ്ട് കൂടുതലും നമ്മളുടെ ലൈഫിന്റെ അറ്റ് വാട്ട് പോയിന്റ് ആർ യു അറ്റ് എന്ന് നോക്കിയിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയട്ടെ എന്ന് നോക്കിയിരുന്ന 5-6 വർഷമൊക്കെ വൈകി വീട് മേടിച്ച് വരുമ്പോഴത്തേക്കും വയസ്സായി പോയ സിറ്റുവേഷൻ വരുന്നതല്ലോ. അതുകൊണ്ട് അത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനൊരു പ്രൈമറി കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് എ ടെമ്പററി ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഒന്നെങ്കിൽ ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, അല്ല നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അത്രേ ഉള്ളൂ. പിന്നീട് ഈ ടാക്സ് ബെനിഫിറ്റ്സ്, എല്ലാവരും ഈ ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും എന്ന് വിചാരിച്ചെടുക്കുന്ന പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു? അത് ബേസിക്കലി ഇന്ത്യൻ ഗവൺമെന്റ് ഹൗസിംഗ് സെക്ടറിന് ഒരു ബൂം കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. അവർ ചെയ്തേക്കുന്നത് ബേസിക്കലി നമുക്ക് 2 തരം ഡിഡക്ഷൻസ് ആണ് കിട്ടുക. ഒന്ന് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ്, നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി റെന്റ് ആണ്. അപ്പോൾ നമ്മളൊരു വീട് സെൽഫായിട്ട് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് യുവർ റെന്റ് ഇസ് 0, യുവർ ആനുവൽ വാല്യൂ ടെക്നിക്കലി സ്പീക്കിംഗ് ഇസ് 0. അതിൽ നിന്ന് യു ക്യാൻ ഡിഡക്ട് യുവർ ഇൻട്രസ്റ്റ് സ്പെൻഡ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 2 lakhs. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇൻകം വരും ഹൗസ് പ്രോപ്പർട്ടിയിൽ, വിച്ച് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൻസ്റ്റ് യുവർ സാലറി ഇൻകം. 12 ലക്ഷം ഉള്ള ഒരാൾ, സാലറി ഉള്ള ഒരാൾക്ക് 2 ലക്ഷം രൂപ ഇത് കുറച്ച് കഴിയുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി എന്നൊരു ഡിഡക്ഷൻ കിട്ടുന്നത്. 2 പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, നമ്മൾ പലിശ അല്ലാണ്ട് പ്രിൻസിപ്പൽ പേ ചെയ്യുന്ന പോർഷൻ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ATC ഡിഡക്ഷൻ. ചാപ്റ്റർ 6A ATC സെക്ഷൻ്റെ അകത്ത് ക്ലെയിം ചെയ്യാം, സബ്ജക്ട് ടു മാക്സിമം 1,50,000. There are other deductions also available under ATC, and എല്ലാം കൂടി കൂട്ടി you can contribute this also to ATC. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്ക് ഒരു നെറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് സ്പീക്കിംഗ് നോക്കുവാണെങ്കിൽ ഒരു 9% ലോൺ എടുക്കുന്ന ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കുന്ന ഒരാൾ ഈ ടാക്സ് ബെനിഫിറ്റ് അസ്യൂമിങ് ദാറ്റ് ഈസ് അണ്ടർ 30% സ്ലാബ് റേറ്റ്
ഒരു ആവറേജ് ഒരു അണ്ടർ 7% പുള്ളിക്ക് നെറ്റ് കോസ്റ്റ് ഇൻട്രസ്റ്റിൽ വരുള്ളൂ. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ ദ ബെനിഫിറ്റ്സ് യു റിസീവ് ഓൺ ഇൻകം ടാക്സ് സേവിംഗ് ഒരു 6.5 to 7% നിങ്ങളുടെ നെറ്റ് കോസ്റ്റ് വരിക. അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് പോളിസി ആയിട്ട് തന്നിരിക്കുന്നതാണത്. പക്ഷേ ന്യൂ റെജീം, ഇപ്പം നമുക്ക് 2 റെജീം ഉണ്ടല്ലോ ടാക്സിൽ, ഓൾഡ് റെജീം ഉണ്ട്, ന്യൂ റെജീം ഉണ്ട്. ഇതൊക്കെ ഓൾഡ് റെജീം സ്കീമിലാണ് ഈ ഡിഡക്ഷൻസ് ഒക്കെ ഉള്ളത്. ന്യൂ റെജീം സ്കീമിൽ ഈ ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. ഇതാണ് ടാക്സിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. വരുൺ, അടുത്ത രസകരമായിട്ടുള്ളൊരു ചോദ്യം കസ്റ്റമേഴ്സ് ദേ യൂസ് ടു ആസ്ക് us whether to buy an apartment or to stay on rentals. പലരും പല കാൽക്കുലേഷൻസ് ഒക്കെ കാണിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ് ആസ് എ ഫിനാൻസ് എക്സ്പെർട്ട്? അത് ഈ റീസെന്റ് വളരെയധികം നമ്മൾ പോപ്പുലർ ആയിട്ട് വരുന്നൊരു ഡിജിറ്റൽ കണ്ടന്റ് കൂടിയാണ്. നമ്മൾ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിലും കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഇതൊരു സം റൂൾ, അതായത് നിങ്ങളുടെ 20 വർഷത്തിൽ കൂടുതലുള്ള ലോൺ എടുക്കരുത്, നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഇത്ര ശതമാനം മാത്രമേ EMI ആയിട്ട് പേ ചെയ്യരുത്, അങ്ങനെ പല റൂൾസ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ദർ ഇസ് നോ റൂൾ ദാറ്റ് വിൽ ഫിറ്റ് എവരി വൺ. ചിലപ്പോൾ ഇറ്റ് മൈറ്റ് പുട്ട് യു ഇൻ എ വെരി റിലേറ്റീവ്ലി സേഫ് പൊസിഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ റെൻറ്റ് ചെയ്യുക, ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ പലരും ട്രാവലിംഗ് ആണ്. ഒരു 2 വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്യും, പിന്നെ കുറച്ച് വർഷം ഹൈദരാബാദ് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരൊരു റെൻറ്റ് രീതിയിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. പക്ഷേ അതിന് കൺസേൺ, അപ്പോൾ അവർ കാണുന്നതെല്ലാം നമ്മൾ ഈ കോർപ്പസ് കൂട്ടി വെക്കുന്നു, എന്നിട്ട് റിട്ടയർമെൻറ്റ് ഫണ്ട് പോലെ ഒരു ഫണ്ട് വെച്ചിട്ട് വൺസ് വി റിട്ടയർ വിൽ ബൈ എ ഹോം എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിയിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട 2-3 ഫാക്ടേഴ്സും കൂടിയുണ്ട്. ഒന്ന്, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. യു ഷുഡ് ബി 100% ഷുവർ ദാറ്റ് യു വിൽ ഹാവ് എ കോർപ്പസ് ടു ബൈ എ ഹോം അറ്റ് ദാറ്റ് പ്രൈസ് അറ്റ് ദാറ്റ് ടൈം. അത് പിന്നെ നമ്മളൊരു വാലിഡ് പോയിന്റ് ആണ്. പിന്നെ ഉള്ളത് സൈസബിൾ പോർഷൻ ഓഫ് ദി ഇൻകം ദാറ്റ് യു ഏൺ ഡ്യൂറിംഗ് ദിസ് പീരീഡ് നമ്മളിത് റെൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അത് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു അസറ്റും ജനറേറ്റ് ചെയ്യുന്നില്ല, വെറുതെ റെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ എക്സ്പെൻസ് തന്നെ കുറച്ചുകൂടി എമൗണ്ട് ഇട്ട് EMI ആക്കിയിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ഓൺ ആൻ അപ്പാർട്ട്മെൻറ്റ് വിത്തൗട്ട് മച്ച് ഓഫ് എ ഹാസിൽ. നമ്മുടെ കരിയർ തീരുന്ന പോയിന്റിൽ ഒരു വീട് ഉണ്ടാകും എന്നുള്ളൊരു പൊസിഷനുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ് അറ്റ് 60 years ഓഫ് ഏജ് നമ്മളൊരു ബാങ്കിൽ അപ്രോച്ച് ചെയ്തിട്ട് ഐ എം അബൌട്ട് റിട്ടയർ അറ്റ് മേ ബി 50-80 പോയിട്ട് 60 റിട്ടയർ ചെയ്യാൻ പോവാണ്, എനിക്കൊരു ഹോം ലോൺ വേണം, അതായത് യു പ്ലാൻ ടു സേവ് യുവർ കോർപ്പസ്. പക്ഷെ നടന്നില്ല. അത് നമ്മളൊരു ലെറ്റ്സ് സേ ഒരു 2 കോടി രൂപ സേവ് ചെയ്തു, ടെലിംഗ് സോ മെനി ഇയേഴ്സ് ലേറ്റർ. അന്നൊരു അപ്പാർട്ട്മെൻറ്റിന് 2-2.5 കോടി രൂപയുണ്ട്, ഒരു 50 ലക്ഷം രൂപ ലോൺ തരുമെന്ന് വെച്ച് ബാങ്കിൽ ചോദിച്ചാൽ ബാങ്ക് വിൽ ഇവാലുവേറ്റ് യുവർ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ അവർ പറയുന്നത് 2 വർഷം കൂടിയേ ഉള്ളൂ, ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള സാധ്യത. ദർ ആർ കേസസ് ഇപ്പോഴും വരുന്നതുകൊണ്ട് അവരുടെ നാച്ചുറൽ തിങ്കിങ് പ്രോസസ്സാണ് എപ്പോൾ റീപേ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓർ എൽസ് യു വിൽ ഹാവ് ടു സ്റ്റേ ഓൺ റെൻറ്റ് ഫോർ ദിയർ എൻറ്റയർ ലൈഫ്. So unless you are very clearly planned for life in terms of financial management, ഇത് എപ്പോഴും ഒരു വീട് മേടിച്ച് സേഫ് ആകുന്നതാണ് ബെറ്റർ ദാൻ റെൻറ്റിങ് endlessly for your life. At some point in time you should settle down, maybe in your middle ages. അതായിരിക്കും ബെസ്റ്റ് വേ. അതുപോലെ തന്നെ another one is buying an apartment is the right investment. Land മേടിച്ചാൽ പോരെ, അപ്പാർട്ട്മെന്റ് ഈസ് ഡിപ്രീഷിയേറ്റിംഗ് ഫാക്ടർ അല്ലേ എന്നൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വാട്ട് ഈസ് യുവർ സേ ഓൺ ഇറ്റ്? സി, ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആയാലും നമ്മൾ അതിൽ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. 1 അതിൻ്റെ റിട്ടേൺ, 2 അതിൽ റിസ്ക്, 3 ലിക്വിഡിറ്റി. ഈ 3 ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു ബേസിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ റിട്ടേൺ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 7%, 7.2% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. റിസ്ക് എന്ന് പറയുന്നത് തീരെ കുറവാണ്, അൺലെസ് ദ ബാങ്ക് ഫെയിൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാവാറില്ല. സോ റിസ്ക് കുറവാണ്. റിട്ടേൺ ഓൾസോ ഒരു നോർമൽ റിട്ടേണേ ഉള്ളൂ. ലിക്വിഡിറ്റി ഇന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എൻ്റെ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരും. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പലരും ചെയ്യുന്ന ഷെയർ മാർക്കറ്റ്, മേ ബി മ്യൂച്വൽ ഫണ്ട് ഓർ ഡയറക്ട്ലി ഇൻ സ്റ്റോക്സ്. അത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഹൈ റിസ്ക് ബട്ട് ഹൈ റിവാർഡ്. അതായത് CAGR ഓഫ് 15% പെർ ആനം ഒക്കെയാണ് നമ്മുടെ ആവറേജ് സെൻസെക്സ് നിഫ്റ്റിയുടെ ഗ്രോത്ത്. ആ റിട്ടേൺ കിട്ടും. പക്ഷേ ദർ ഇസ് റിസ്ക് ദാറ്റ് ഇന്ന് ഞാൻ ഇടുന്ന 1 ലക്ഷം നാളെ 1,20,000 രൂപയാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 80,000 രൂപയാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് റിസ്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലിക്വിഡിറ്റി. നമ്മളിപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അൺലെസ് ഇറ്റ് ഇസ് എ പെനി സ്റ്റോക്ക്, നോബഡി ഈസ് ബൈയിങ്. അങ്ങനത്തെ സ്റ്റോക്സ് ഇന്ത്യയിലും കുറവാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഇന്ന് വിറ്റാൽ T+2 രണ്ടാമത്തെ ദിവസം നമുക്ക് പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടൊരു അസറ്റാണ്, വിച്ച് ഇസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിസ്ക് വളരെ കുറവാണെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഈവൻ ഇൻ അവർ ലോക്കൽ കേരള മാർക്കറ്റ് ഓർ ഇൻ ഇന്ത്യ ആസ് എ ഹോൾ, ദർ ഇസ് നോ കേസ് വെയർ ദ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാല്യൂ ഹസ് ഗോൺ ഡൗൺ.
ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെട്ടു എന്നൊരു സിറ്റുവേഷൻ റിയൽ എസ്റ്റേറ്റിൽ വരാറില്ല. അതുകൊണ്ട് റിസ്ക് റിലേറ്റീവ്ലി കുറവാണ്. റിട്ടേൺ ഓൺ ദി അതർ ഹാൻഡ് ഇസ് വെരി സ്റ്റേബിൾ ബോത്ത് ഇൻ ടേംസ് ഓഫ് റെൻ്റൽ yield. ഇറ്റ് മേ നോട്ട് ബി ആസ് ഹൈ ആസ് ഇക്വിറ്റി. നമ്മൾ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഇസ് കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ്. അത് തമ്മിൽ വലിയ കമ്പാരിസൺ ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ്. യു ഹാവ് സ്റ്റേബിൾ റിട്ടേൺ ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്, ഇതിൻ്റെ വാല്യൂയും കൂടുന്നുണ്ട്. സോ വൺസ് യു ആർ ഏബിൾ ടു സെൽ ഇറ്റ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ആ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. ലിക്വിഡിറ്റി നാച്ചുറലി ഇറ്റ് ഈസ് ലെസ് ലിക്വിഡ്, ഇറ്റ് ടേക്സ് ടൈം ടു സെൽ ആൻഡ് ലിക്വിഡേറ്റ് എന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എല്ലാവരും ഒരു ബെഞ്ച് മാർക്കായിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ബാക്കി എല്ലാം ഇതിനെക്കാട്ടും ഭേദം ബാങ്കിൽ ഇട്ടാൽ പോരെ, അല്ല ഇതിനെക്കാട്ടും ഭേദം മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ പോരെ. അങ്ങനെയല്ല നമ്മളെല്ലാ ഇൻവെസ്റ്റ്മെന്റും നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് വെൻ യു ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഇറ്റ് ഷുഡ് ബി ഡൈവേഴ്സിഫൈഡ്. കുറച്ച് FD ഉണ്ടാവണം, കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവണം, കുറച്ച് യു മേ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് ഇഫ് യു നോ ഹൗ ടു ഡു സ്റ്റോക്ക് ട്രേഡിംഗ്. ദെൻ സം പോർട്ട് ഓഫ് ഇറ്റ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഇൻ ഹോം. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഫിനാൻഷ്യൽ ഒരു ആസ്പെക്ട് ഓഫ് ബൈയിങ് ആൻ അപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് ഇസ് വെരി ട്രൂ. പക്ഷെ അതായിരിക്കരുത് യുവർ ഓൺലി റീസൺ. ഇനി ബൈയിങ് ആൻ അപ്പാർട്ട്മെന്റ് യു ഷുഡ് കൺസിഡർ ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ പലരും ഉണ്ട്, എനിക്ക് വീട് വേണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത്. എനിക്കൊരു കമ്പാരിസൺ പറയാവുന്നത് ഇപ്പോൾ മേ ബി ഗോൾഡ്. വിമൻ ബൈ ഗോൾഡ്, ജ്വല്ലറി മേടിക്കും, അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്, അതിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവർ അതുകൊണ്ടല്ല മേടിക്കുന്നത്. അവർ മേടിക്കുന്നത് ഇസ് ഫോർ ദി ആർട്ടിസ്റ്റിക് വാല്യൂ ഓർ ദി ഓർണമെന്റൽ വാല്യൂ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ഇറ്റ് ഹാപ്പൻസ് ടു ഹോൾഡ് വാല്യൂ ആൻഡ് അപ്രീഷിയേറ്റ്. അതേപോലെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറ്റ്സ് എൻ അപ്പാർട്ട്മെന്റ്, ഇറ്റ്സ് എ കൺസംഷൻ ഐറ്റം. നമ്മൾ താമസിക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, വിച്ച് ഹാപ്പൻസ് ടു ഹോൾഡ് വാല്യൂ ആൻഡ് ഇൻക്രീസ് ഇൻ വാല്യൂ, thereby being a good investment as well. Detailed, and I'm very sure that each one of our customers will understand clearly how to plan our investment for buying an apartment. Financial planning ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പം. നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടും വളരെ ടെക്നിക്കലായിട്ടും ഒന്നുമല്ല ഇതിനെ വരുൺ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഇതിനെ ബേസ് ചെയ്തിട്ട് യു പീപ്പിൾ ക്യാൻ ഡു ലോട്ട് ഓഫ് റിസർച്ച്. ഐ റിക്വസ്റ്റ് കസ്റ്റമേഴ്സ് how to approach the financial aspects of while investing in an apartment. So I hope we have done justice, and thank you Varun, and thank you so much for watching us. We'll come out with another exciting videos like this which can help our customers to gain more knowledge. Thank you so much.